സുഹൃത്തുക്കളെ, 5 വക്ത് അള്ളാഹുവിന്റെ ഭവനത്തിൽ നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ മറ്റുള്ള അറബി രാജ്യങ്ങളിലൊക്കെ ഒന്ന് നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു തമാശ രീതിയിലായിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അത് തമാശ രീതിയിൽ പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ ഒരു പലയിടത്തും അങ്ങനെ ആ ഒരു രീതിയിൽ പറഞ്ഞു വരുന്നതാണ്. ഇത് AP-കാരുടെ പള്ളിയാണ്, അത് EK-കാരുടെ പള്ളിയാണ്, ഇത് മുജാഹിദീങ്ങളുടെ പള്ളിയാണ്. ആ ഒരു രീതിയിൽ നമ്മുടെ നാട്ടിൽ പറിച്ചത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ അതിന് ഏകദേശം 2.5 ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കാണും ചെയ്തിരിക്കണു. ഒരു 70% ആളുകൾ എനിക്ക് അനുകൂലമായിട്ട്, എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് അനുകൂലമായിട്ട് അതിൽ ആ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതേപോലെ ഒരു 20% ആളുകൾ എനിക്ക് പ്രതികൂലമായിട്ടും കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 10% ആളുകളൊക്കെ മോശപ്പെട്ട കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നതല്ല, കമൻറ്റുകൾ എന്തോ ആവട്ടെ, അതിനെതിരെ ഒരു ഉസ്താദ് വന്നിട്ടുണ്ട്. ആ ഉസ്താദിൻ്റെ ഒരു ഇത് കേൾപ്പിച്ചു തരാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെ സുഹൃത്തുക്കളെ, കേരളത്തിലെ പള്ളികളൊന്നും പള്ളികളല്ല എന്ന് പറയാൻ മാത്രം ഒരു ചെറുപ്പക്കാരൻ. ഈ ഉസ്താദ് പറയുന്നത് കേരളത്തിലെ പള്ളികളൊന്നും പള്ളികളല്ല എന്നുള്ളത് അത് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കേരളത്തിലെ പള്ളികളൊന്നും പള്ളികളല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ഭവനത്തിൽ നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞത്. പിന്നെ ഉസ്താദ് പറയുന്നത് ഒന്ന് കേട്ടോ നിങ്ങള്. കേരളത്തിലെ പള്ളികളൊന്നും അള്ളാന്റെ ഭവനമല്ല എന്ന് പറയാൻ മാത്രം ഈ കുട്ടിനെ പ്രേരിപ്പിച്ചത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. സൗദി അറേബ്യയിലെ പള്ളികളൊന്നും ഇങ്ങനെ അറിയപ്പെടാത്തത് കൊണ്ടാണോ? സൗദി അറേബ്യയിലും മസ്ജിദുൽ ഹറമിൽ നിന്ന് നേരെ പോകുന്ന പള്ളി നമ്മൾ ഇഹ്റാം ചെയ്യാൻ പോകുന്ന ആയിഷ പള്ളിയാണ്. അത് ആയിഷ റളിയല്ലാഹുവിന്റെ പേരിലുള്ള പള്ളിയാണ്. പള്ളി അള്ളാഹുവിനുള്ള തന്നെയാണ്, പേര് ആയിഷ റളിയല്ലാഹുവിന്റെ പേരിലാണെന്ന് മാത്രം. അതിന് പല ഭാഷാതലങ്ങളുണ്ട്. ഇതുപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്ന് റിയാദിലും തായിഫിലും ഒക്കെ പോകുമ്പോൾ പല പള്ളികളും, മസ്ജിദ് ബില്ലാദൻ, മസ്ജിദ് ജാംജുവും, അങ്ങനെ പല പള്ളികളും ഉണ്ട്. മദീനത്ത് പോയാൽ തന്നെ കാണാം അല്ലേ? അതന്നെ പ്രശ്നം. ഇപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞു ഇവിടെ സൗദി അറേബ്യയിലൊക്കെ ഓരോ വ്യക്തികളുടെ പേരിലാണ് പള്ളികൾ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. അതിനൊന്നും നമുക്ക് യാതൊരു എതിരഭിപ്രായങ്ങളും ഇല്ല. ഇപ്പോൾ ഇവിടെ ജാമിയ പല പള്ളികളുണ്ട്, പല പള്ളികളാണ്. അപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞ മാതിരി തന്നെ ഞാൻ പറയാം. ആയിഷ പള്ളി ഉണ്ട്, മസ്ജിദ് ആയിഷ ഉണ്ട്, അതേപോലെ മസ്ജിദ് ജാംജൂം ഉണ്ട്. അത് ഈ ഉസ്താദ് പറഞ്ഞോട്ടെ, എനിക്ക് ജാംജൂം ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ഷോപ്പുകളൊക്കെ പേരാണ് കേട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ മസ്ജിദ് ബില്ലാദൻ, ഈ ഉസ്താദ് പറഞ്ഞ ഈ ഒരു പള്ളികൾ അത് ഏകദേശം ഞാൻ ഉറപ്പിച്ചു. അതിൽ അങ്ങനെ പള്ളികളുണ്ട്, അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെ പേരിലുള്ള പള്ളികൾ അവർക്ക് അള്ളാഹുവിൻ്റെ ഭവനാണെന്നുള്ളതൊക്കെ ഞാൻ സമ്മതിച്ചു. അതൊന്നും കുഴപ്പമില്ല. ഇനി ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ ഒരു നിസ്കാരപ്പള്ളി അല്ലെങ്കിൽ ഒരു പള്ളി, ആ പള്ളി ഏതോ വ്യക്തിയായിട്ട് ഉണ്ടാക്കിയതായിക്കോട്ടെ അല്ലെങ്കിൽ ഏതോ പേരിലായിക്കോട്ടെ, പക്ഷെ അതിലൊക്കെ നിസ്കരിക്കാൻ വരുന്ന ആളുകൾ ആരാണ്? മുസ്ലിങ്ങളായിട്ടുള്ള നാമധാരികളാണ്. അതായത് ഈ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ പല മദ്ഹബിൽപ്പെട്ടവരും അല്ലെങ്കിൽ പല സംഘടനക്കാരും എല്ലാവരും ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവമല്ല. ഇവിടെ ഏത് പള്ളിയാണെന്നുണ്ടെങ്കിലും അതിൽ ആ പള്ളി ഫുള്ളാണ്. ആ പള്ളി ഫുള്ള് പറഞ്ഞാൽ അതിൽ അവിടെ ഒരു വർഗം തിരിച്ചലോ അല്ലെങ്കിൽ ഒരു വേർപിരിവോ ഒന്നുമില്ല. മുജാഹിദ് അല്ലെങ്കിൽ ജമാഅത്ത് അല്ലെങ്കിൽ സുന്നി AP അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ഉസ്താദ് പറയുന്നത് AP EK ഇപ്പോൾ ഒരു AP-കാർ പള്ളി കയറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നാട്ടിൽ പള്ളി നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് AP-കാർ പിരിച്ചുണ്ടാക്കിയ ആ ഒരു ഭവനം, ആ ഒരു പള്ളി, അത് AP-കാരുടെ പള്ളി എന്നറിയപ്പെടുന്നു. അതേപോലെ EK-കാർ പൈസ ഉണ്ടാക്കിയിട്ട് പൈസ പിരിച്ചിട്ട് ഒരു പള്ളി നിർമ്മിക്കുമ്പോൾ അത് EK-കാരുടെ പള്ളി എന്നറിയപ്പെടുന്നു എന്നുള്ളതാണ്. അതന്നെ ഞാനും പറഞ്ഞിട്ടുള്ളത്. അത് നാട്ടിലപ്പോൾ അങ്ങനെ ഒരു പറച്ചിലായില്ലേ, അത് AP-കാരുടെ പള്ളി, ഇത് EK-കാരുടെ പള്ളി, അത് മുജാഹിദീങ്ങളുടെ പള്ളിയാണ്, അങ്ങനെ ഒരു സംസാരം ഉണ്ട് എന്നുള്ളതാണ്. അതന്നെ ഞാനും പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അള്ളാഹിന്റെ ഭവനമല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ഭവനത്തിൽ നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവം ഇവിടേക്കൊക്കെ വരണം എന്നുള്ളത് ഞാൻ പറഞ്ഞത് അതൊരു തമാശ രീതിയിൽ പറഞ്ഞതാണ്. തമാശ രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞത്. നാട്ടിലിപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഈ ഉസ്താദ് തന്നെ പറഞ്ഞു അവിടെ AP EK ഒഴിവാക്ക്, ഒരു മുജാഹിദ് പള്ളി, ഒരു മുജാഹിദീങ്ങളെല്ലാവരും പാടെ കൂടിയിട്ട് നിസ്കാരപ്പള്ളി ഉണ്ടാക്കുകയാണ്. ഈ ഉസ്താദിനെ പറഞ്ഞതാണ്. ആ പള്ളി അള്ളാഹുവിൻ്റെ പള്ളിയാണെന്നുള്ള ഉസ്താദിനെ പറഞ്ഞതാണ്. എന്തുകൊണ്ട് ഈ മുജാഹിദീങ്ങളുടെ പള്ളിക്ക് മുജാഹിദീങ്ങൾ മാത്രം പോകുന്നു? ആ അള്ളാഹുവിൻ്റെ ഭവനല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഈ EK അല്ലെങ്കിൽ AP എന്ന് പറഞ്ഞ ഈ ഒരു പള്ളികളും എന്തുകൊണ്ട് അതിൻ്റെ സംഘടനകൾ മാത്രം പോകുന്നു? അതാണ് എൻ്റെ ചോദ്യം. അതാണ്. അങ്ങനെ ഒരു വേർപിരിവ് ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ഉസ്താദ് പറഞ്ഞത് ഞാൻ സൗദി അറേബ്യ കണ്ടമ്പത്തിന് അതമ്പതിച്ച് പോയി, അങ്ങനെ ഇങ്ങനെ ഞാൻ ഇവിടെ 1 or 2 കൊല്ലം, ഞാനിവിടെ എത്ര കൊല്ലം നിന്നു എന്നുള്ളത് എനിക്ക് മറ്റുള്ള ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ നാട്ടുകാരെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ഒന്നും ഞാൻ ചെയ്യലില്ല.
എൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞാനായിട്ട് തീർക്കുക, അല്ലെങ്കിൽ എൻ്റെ രീതിയായിട്ട് പോവുക. അല്ലാതെ മറ്റുള്ള ആളുകളെ സർട്ടിഫിക്കറ്റിന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ തൊലഞ്ഞു പോകും. അതുണ്ടാവുക. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.